പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മഹത്വവും യേശുവിന് അർപ്പിക്കുന്നു. ഞങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാം പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അല്പസമയം 2-3 പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായിട്ട് ഞങ്ങളിതിനു മുന്നേ പാടിയൊരു സോങ്ങാണ്. അപ്പോൾ ഞങ്ങൾക്ക് മൈക്കോ മിക്സറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ വീണ്ടും ആ പാട്ട് നിങ്ങളുടെ മുന്നിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ വരികൾ എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ കേട്ടുപഠിച്ച ഒരു പാട്ടാണിത്. സർവനാഥ നീ ഇല്ലാതെയില്ല എൻ ജീവിതത്തിൽ നന്മകളൊന്നും, നിന്നെ പിരിഞ്ഞാൽ പിന്നെന്നിലെന്ത്, നീ തന്നെയാണെൻ്റെ സർവസ്വവും. നമുക്കങ്ങനെ വേണം ചേർന്ന് പ്രത്യാശയോടെ പറയാൻ സാധിക്കുക. സർവനാഥ യേശുവെ നീ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ നന്മകളൊന്നുമില്ല. നിന്നെ പിരിഞ്ഞ്, ആ യേശുവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ആ യേശു തന്നെയാണ് എൻ്റെ സർവസ്വമെന്ന് ഒരുമിച്ച് നമുക്ക് പറയാൻ സാധിക്കണം. നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. എല്ലാവരും അറിയാവുന്നവർ ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സർവനാഥ നീയില്ലാതെയില്ല എൻ ജീവനിൽ നന്മകളൊന്നും, നിന്നെ പിരിഞ്ഞാൽ പിന്നെ നിരന്ത്, നീ തന്നെയാണെൻ്റെ സർവസ്വവും. സർവനാഥ നീയില്ലാതെയില്ല എൻ ജീവനിൽ നന്മകളൊന്നും, നിന്നെ പിരിഞ്ഞാൽ പിന്നെ നിരന്ത്, നീ തന്നെയാണെൻ്റെ സർവസ്വവും. ജീവിതത്തിൽ ഞാൻ നിന്നെ മറന്നു, സ്വാർത്ഥനായി മാത്രം മാറിയപ്പോൾ. ജീവിതത്തിൽ ഞാൻ നിന്നെ മറന്നു, സ്വാർത്ഥനായി മാത്രം മാറിയപ്പോൾ. നിത്യമാം നിൻ രക്ഷ നേടുവാനാകുമോ, എങ്കിലും നീ എന്നെ തേടി വന്നു. നിത്യമാം രക്ഷ എനിക്കു നൽകി, നിത്യമാം നിൻ രക്ഷ നേടുവാനാകുമോ, എങ്കിലും നീ എന്നെ തേടി വന്നു. നിത്യമാം രക്ഷ എനിക്കു നൽകി.
സർവനാഥ നീയില്ലാതെ ഇല്ല എൻ ജീവനിൽ നന്മകളൊന്നും നിന്നെ പിരിഞ്ഞാൽ പിന്നെ നിരന്ത് നീ തന്നെയാണെൻ്റെ സർവസ്വവും. ഇരുളാ പാപം മൂടിയ ലോകെ കുരുടനായോടിയതോർത്തിടുമ്പോൾ ഇരുളാ പാപം മൂടിയ ലോകെ കുരുടനായോടിയതോർത്തിടുമ്പോൾ നിത്യമാം നിൻ സ്നേഹം നേടുവാനാകുമോ? എങ്കിലും നീ എന്നെ തേടി വന്നു. നിത്യമാം സ്നേഹമേനിക്കു നൽകി. നിത്യമാം നിൻ സ്നേഹം നേടുവാനാകുമോ? എങ്കിലും നീ എന്നെ തേടി വന്നു. നിത്യമാം സ്നേഹമേനിക്കു നൽകി. സർവനാഥ നീയില്ലാതെ ഇല്ല എൻ ജീവനിൽ നന്മകളൊന്നും നിന്നെ പിരിഞ്ഞാൽ പിന്നെ നിരന്ത് നീ തന്നെയാണെൻ്റെ സർവസ്വവും. സർവനാഥ നീയില്ലാതെ ഇല്ല എൻ ജീവനിൽ നന്മകളൊന്നും നിന്നെ പിരിഞ്ഞാൽ പിന്നെ നിരന്ത് നീ തന്നെയാണെൻ്റെ സർവസ്വവും. നീ തന്നെയാണെൻ്റെ സർവസ്വവും. നീ തന്നെയാണെൻ്റെ സർവസ്വവും. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. അഴയത്തവരെ എന്ന സോങ് പാടാമോന്ന് അക്ഷിത ചോദിച്ചിട്ടുണ്ട്. പാടാം, അവസാനം പാടാം. രണ്ടാമത് പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് യേശുവല്ലാതെ ആരുമില്ല, താങ്ങുവാനൊരാൾ, തണലേകുവാനൊരാൾ എന്ന സോങ്ങാണ്. ഈ പാട്ടിൽ പറയുന്നത് ദുഃഖങ്ങൾ ഏറി നീറിടുന്ന നേരം ചാരെ നീ വരില്ലേ എന്നാണ്. നമ്മൾ ദുഃഖത്താൽ ഭാരപ്പെടുന്ന സമയത്ത് എൻ്റെ യേശു എന്നോട് കൂടെ ചാരെ വരും. കഷ്ടങ്ങളാലെ കരയുന്ന ഒരു കാലത്ത് കണ്ണുനീർ ഒപ്പുന്ന ആ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു സോങ്ങാണ്. തളർന്ന് തകർന്ന് കിടക്കുന്ന എൻ്റെ താങ്ങായി ആ യേശു വരുന്നു. താങ്ങായി നീ വരില്ലേ എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. അതുകൊണ്ട് അറിയുന്നവർ ചേർന്ന് പാടുക. യേശുവല്ലാതെ ആരുമില്ല, താങ്ങുവാനൊരാൾ, തണലേകുവാനൊരാൾ.
യേശുവല്ലാതാരുമില്ല താങ്ങുവാനൊരാൾ, തണലേകുവാനൊരാൾ. യേശുവല്ലാതാരുമില്ല ഏകുവാനൊരാൾ, കരമേകുവാനൊരാൾ. ശ്രുതി പോയ തമ്പുരുവാണു ഞാൻ, ശ്രുതിയായി നീ വരൂ. ആഴ്സ്വരമായൊരു മുരളിക ഞാൻ, പാട്ടായി നീ വരൂ. പ്രിയനേ പ്രിയനേ നീ വരൂ. യേശുവല്ലാതാരുമില്ല താങ്ങുവാനൊരാൾ, തണലേകുവാനൊരാൾ. ദുഃഖങ്ങളേറി നീളുന്ന നേരം ചാരെ നീ വരില്ലേ, കഷ്ടങ്ങളാലെ കരയുന്ന കാലം എൻ്റെ കണ്ണുനീർ നീ ഒപ്പുകില്ല. തളർന്നു തകർന്നു കിടക്കുന്ന എൻ്റെ താങ്ങായി നീ വരില്ലേ, താങ്ങായി നീ വരില്ലേ നാഥ. ദുഃഖങ്ങളേറി നീറുന്ന നേരം ചാരേ നീ വരില്ലേ, കഷ്ടങ്ങളാലേ കരയുന്ന കാലം കണ്ണീരൊപ്പുകില്ലേ. ദുഃഖങ്ങളേറി നീറുന്ന നേരം ചാരേ നീ വരില്ലേ, കഷ്ടങ്ങളാലേ കരയുന്ന കാലം കണ്ണീരൊപ്പുകില്ലേ. തളർന്ന് തകർന്ന് കിടക്കുന്ന എൻ്റെ താങ്ങായി നീ വരില്ലേ നാഥാ. നാഥാ താങ്ങായി നീ വരില്ലേ. യേശുവല്ലാതാരുമില്ല താങ്ങുവാനൊരാൾ, തണലേകുവാനൊരാൾ. ബന്ധങ്ങളെല്ലാം കൈവിടും നേരം ബന്ധുവായി നീ വരില്ലേ, സ്വന്തങ്ങൾ തള്ളി പറയുന്ന കാലം സാന്ത്വനമേകില്ലേ. ആത്മാവിൻ ബലമായി സ്നേഹത്തിൻ തണലായി യേശു നീ വരില്ലേ, യേശു ഇടയനായി നീ വരില്ലേ. ബന്ധങ്ങളെല്ലാം കൈവിടും നേരം ബന്ധുവായി നീ വരില്ലേ, സ്വന്തങ്ങൾ തള്ളി പറയുന്ന കാലം സാന്ത്വനമേകുകില്ലേ. ബന്ധങ്ങളെല്ലാം കൈവിടും നേരം ബന്ധുവായി നീ വരില്ലേ, സ്വന്തങ്ങൾ തള്ളി പറയുന്ന കാലം സാന്ത്വനമേകുകില്ലേ. ആത്മാവിൻ ബലമായി സ്നേഹ
യേശു നീ വരില്ലേ? യേശു യേശു താങ്ങായി നീ വരില്ലേ? യേശുവല്ലാതാരുമില്ല താങ്ങുവാനൊരാൾ, തണലേകുവാനൊരാൾ. യേശുവല്ലാതാരുമില്ല ഏകുവാനൊരാൾ, കരമേകുവാനൊരാൾ. ശ്രുതിപോയ തമ്പുരുവാണു ഞാൻ, ശ്രുതിയായി നീ വരൂ. ആൾസ്വരമായൊരു മുരളിക ഞാൻ, പാട്ടായി നീ വരൂ. പ്രിയനേ പ്രിയനേ നീ വരൂ. യേശുവല്ലാതാരുമില്ല താങ്ങുവാനൊരാൾ, തണലേകുവാനൊരാൾ. യേശുവല്ലാതാരുമില്ല ഏകുവാനൊരാൾ, കരമേകുവാനൊരാൾ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. അടുത്തായിട്ട് പാടുന്നത് പാസ്റ്റർ രാജേഷ് ഏലപ്പാറയുടെ ഒരു സോങ്ങാണ്. എന്നെ നന്നായി അറിയുന്നവനെ, എന്നെ നന്നായി മെനയുന്നവനെ, കുറവുകൾ മുറ്റും മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. അതിൻ്റെ കോറസ് ഇങ്ങനെയാണ്, നിങ്ങൾ ചേർന്ന് പാടണം. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ, എന്നെ മുറ്റും നൽകും. നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കണം. എൻ്റെ അപ്പനെ, എൻ്റെ സ്വർഗത്തിലെ അപ്പനെ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നു, ഞാൻ എന്ത് ആകുന്നു അതായി തന്നെ ഞാൻ ആകുന്നു, എന്നെ മുറ്റും നൽകുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് ആ ദൈവത്തിന് സമർപ്പണത്തോടെ ദൈവത്തെ ആരാധിക്കാം. എന്നെ നന്നായി അറിയുന്നവനും എന്നെ നന്നായി മെനയുന്നവനും, കുറവുകൾ മാറ്റും എൻ്റെ ഉടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ. എന്നെ നന്നായി അറിയുന്നോരേ, എന്നെ നന്നായി മെനയുന്നോരേ, എന്നെ നന്നായി അറിയുന്നോരേ, എന്നെ നന്നായി മെനയുന്നോരേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ. കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ.
എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ, ഹാനോക്കിലെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എന്നാൽ എൻ യേശുവേ നിൻ പൊന്നുപാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ നൽകുന്നു. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എന്നെ യേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ. എന്നെ യേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞവൻ ഞാൻ, യോനയെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ, ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ. എന്നാൽ എൻ യേശുവേ നിൻ പൊന്നുപാദത്തിൽ ഞാൻ എന്താകുന്നു അതായി തന്നെ ഞാൻ എന്നെ മുറ്റും നൽകുന്നു. ചേർന്ന് പാടാം. പത്രോസിനെ പോൽ തള്ളിപ്പറഞ്ഞവൻ ഞാൻ, യോനയെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ. പത്രോസിനെ പോൽ തള്ളിപ്പറഞ്ഞവൻ ഞാൻ, യോനയെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ. ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ, ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ. എന്നെ യേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. എന്നെ നന്നായി
അറിയുന്നോരേ എന്നെ നന്നായി മെനയുന്നോരേ എന്നെ നന്നായി അറിയുന്നോരേ എന്നെ നന്നായി മെനയുന്നോരേ കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ വില നൽകിയ എൻ യജമാനനെ കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ വില നൽകിയ എൻ യജമാനനെ എന്നെ യേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ എന്നെ യേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകണം എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നു അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും. എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്? എന്നെ മുറ്റുമായി നൽകുന്നു എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും സിസ്റ്റർ അനിഷിത ഒരു സോങ് കമൻറ്റ് വന്നിട്ടുണ്ട്. ആ പാട്ട് പാടുവാനായിരിക്കുന്ന പ്രത്യേക ഒരു സഹോദരൻ മെസ്സേജ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് പ്രേ ഫോർ മൈ ഇലക്ഷൻ. പ്രത്യേക പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ലൊരു വിജയം നൽകുമാറാകട്ടെ. അടുത്തായിട്ട് അഴയത്തവരെ ഞങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ള ഒരു സോങ്ങാണ്. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അഴയത്തവരെ നൂഴിയത്തിൽ ആധാരമേ എന്ന് തുടങ്ങുന്ന ആ തമിഴ് സോങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാവുന്നവർ ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. മലയാളം ഇങ്ങനെയാണ്: വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. എത്രയോ നിന്ദകൾ, എത്രയോ ആവശ്യങ്ങൾ എന്നെ ചുറ്റി നിന്നാലും അങ്ങേ നോക്കും ഞാൻ. വിശ്വസ്ത ദാസനെ എന്നു നീ ചൊല്ലിടും. ഒരു വാക്ക് കേൾക്കുവാൻ നേരോടെ ഓടുന്നു. നമുക്ക് ഒരുമിച്ച് പാടാൻ സാധിക്കും. എത്ര പേർക്ക് പറയാൻ ആ ഒരു പ്രത്യാശയോട് പറയാൻ സാധിക്കുന്നുണ്ട്? വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. എത്രയോ നിന്ദകൾ, എത്രയോ ആവശ്യങ്ങൾ എന്നെ ചുറ്റി നിന്നാലും അങ്ങേ നോക്കി മാത്രം ഞാൻ ഓടിയിടും എന്ന് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം.
ഊഴിയത്തിൻ ആധാരമേ. எத்தனை நின்னகள் எத்தனை தேவைகள் என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நின்னகள் எத்தனை தேவைகள் என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியம் എന്തു നീ சொல்லிடும் ഒരു വാർத்தை കേട്ടിട ഉണ്മയായി ഓടുகிறேன். ഉത്തമ ஊழியம் എന്തു നീ சொல்லிடும் ഒരു വാർத்தை കേട്ടിട உண்மையாய் ஓடுகிறேன். அழைத்தவரை அழைத்தவரை എന്നൂഴിയത്തിൻ ആധാരമേ. അழைத்தவரை അழைத்தவரை എന്നൂഴിയത്തിൻ ആധാരമേ. வீணான புகழ்ச்சிகள் எனக்கு இங்கு வேண்டாமே. பதவியின் பெருமைகள் ஒரு நாளும் வேண்டாமே. ஊழிய பாதையில் ஒன்று மட்டும் போதுமே. അപ്പാവും കാൽകളിൽ ചുവടുകൾ പോതുമേ. ഈ ലോക കീർത്തികൾ എനിക്കൊന്നും വേണ്ട. പദവിയുടെ പെരുമകൾ എനിക്കൊന്നും വേണ്ട. വേലയുടെ പാതയിൽ ഒന്ന് മാത്രം മതി എനിക്ക്. അപ്പാ നിൻ കാൽകളിൽ ചുവടുകൾ മതി എനിക്ക്. வீணானை புகழ்ச்சிகள் எனக்கிங்கு வேண்டாமே. பதவியின் பெருமைகள் ஒரு நாளும் வேண்டாமே. வீணான புகழ்ச்சிகள் எனக்கிங்கு வேண்டாமே. பதவிகள் பெருமைகள் எனக்கு இன்னும் வேண்டாமே. ஊழிய பாதையில் ஒன்று மட்டும் போதுமே. அப்பாவும் கால்களில் சுவடுகள் போதுமே. ஊழிய பாதையில் ஒன்று மட்டும் போதுமே. அப்பாவும் கால்களில் சுவடுகள் போதுமே. அழைத்தவரை அழைத்தவரை என் ஊழியத்தின் ஆதாரமே. விழிச்சவனே விழிச்சவனே என் வேலையுடே ആധാരമേ. എത്രയോ നിന്ദകൾ എത്രയോ ആവശ്യങ്ങൾ എന്നെ ചുറ്റി നിന്നാലും അങ്ങേ നോക്കും ഞാൻ. എത്രയോ നിന്ദകൾ എത്രയോ ആവശ്യങ്ങൾ എന്നെ ചുറ്റി നിന്നാലും അങ്ങേ നോക്കും ഞാൻ. വിശ്വസ്തദാസനെ എന്നു നീ ചൊല്ലിടും ഒരു വാക്കു കേൾക്കുവാൻ നേരോടെ ഓടുന്നു. വിശ്വസ്തദാസനെ എന്നു നീ ചൊല്ലിടും ഒരു വാക്കു കേൾക്കുവാൻ നേരോടെ ഓടുന്നു. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. എന്റെ മലയാളം ഇങ്ങനെയാണ് ചേർന്ന് പാടാൻ ശ്രമിക്കുക. ഈ ലോക കീർത്തികൾ എനിക്കൊന്നും വേണ്ടായി. പദവിയുടെ പെരുമകൾ എനിക്കൊന്നും വേണ്ടായി. വേലയുടെ പാതയിൽ ഒന്ന് മാത്രം എനിക്ക് മതി. അപ്പാ നിൻ കാൽകളിൽ
ചുവടുകൾ മതി എനിക്ക്. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം പറയാൻ സാധിക്കുന്നു, എൻ്റെ വേലയുടെ പാതയിൽ ഒന്നു മാത്രം മതി എനിക്ക്. അപ്പ, സ്വർഗത്തിലെ അപ്പ, എനിക്ക് അങ്ങയുടെ കാൽകളിൽ ചുവടുകൾ മാത്രം മതി എനിക്ക്. ഈ ലോക കീർത്തികൾ എനിക്കൊന്നും വേണ്ടായേ, പദവിയുടെ പെരുമകൾ എനിക്കൊന്നും വേണ്ട. ചേർന്ന് പാടണം. ഈ ലോക കീർത്തികൾ എനിക്കൊന്നും വേണ്ടായേ, പദവിയുടെ പെരുമകൾ എനിക്കൊന്നും വേണ്ടായേ. വേലയുടെ പാതയിൽ ഒന്നു മാത്രം മതി എനിക്ക്. അപ്പാ നിൻ കാൽകളിൽ ചുവടുകൾ മതി എനിക്ക്. വേലയുടെ പാതയിൽ ഒന്നു മാത്രം മതി എനിക്ക്. അപ്പാ നിൻ കാൽകളിൽ ചുവടുകൾ മതി എനിക്ക്. അഴൈത്തവരെ അഴൈത്തവരെ എന്നൂഴിയത്തിൻ ആധാരമേ. അഴൈത്തവരെ അഴൈത്തവരെ എന്നൂഴിയത്തിൻ ആധാരമേ. எத்தனை நின்னகள் எத்தனை தேவைகள் என்னை சூழலிந்தாலும் உம்மை பார்க்கின்றேன். எத்தனை நின்னகள் எத்தனை தேவைகள் என்னை சூழலின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியன் എന്തു നീ சொல்லிடும் ഒരു വാർത്തൈ കേട്ടിട ഉണ്മയായി ഓടുகிறேன். ഉത്തമ ஊழியൻ എന്തു നീ சொல்லிடும் ഒരു വാർത്തൈ കേട്ടിട ഉണ്മയായി ഓടുகிறேன். അടൈത്തവരെ അടൈത്തവരെ എന്നൂഴിയത്തിൻ ചേർന്ന് പാടണം. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രികാലം സന്തോഷത്തോടുകൂടി ചേർന്ന് പറയാൻ സാധിക്കും, വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ ആധാരമേ. എത്രയൊക്കെ നിന്ദകൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടാലും അങ്ങയെ നോക്കി മാത്രം ഞാൻ ഓടും, ഞാൻ അങ്ങയുടെ വേല ചെയ്യും. ഒരുമിച്ച് നമുക്ക് പറയാൻ സാധിക്കണം. ഞാൻ അല്പസമയം നിങ്ങളടുത്ത് ദൈവവചനം ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ ദൈവം എനിക്ക് തന്നൊരു വാക്യമാണ്. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ. ആ വാക്യമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1 ദിനവൃത്താന്തം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു. ആകയാൽ യഹോവേ, നീ തന്നെ ദൈവം, അടിയൻ ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ്റെ ഗൃഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. യഹോവേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. ഈ വാക്യം ദാവീദിൻ്റെ അല്ലെങ്കിൽ നാഥാൻ പ്രവാചകനോട് അരുളി ചെയ്തൊരു വാക്യമാണ് ആ ഒരു വചനം എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അതൊന്നുമല്ല. ഞാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വാക്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഷ്ടതകൾ കാണും. നമ്മൾ ഇന്ന് ലോക്ക്ഡൗണെല്ലാം കഴിഞ്ഞ സമയത്ത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് എല്ലാവർക്കും അങ്ങനെയാണ് അവസ്ഥയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഒരു വാക്യം നമുക്ക് ധൈര്യം പകരുന്ന ഒരു
വചനമാകുന്നു. അതിൽ പറയുന്നത്, എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇതിലാദ്യം തന്നെ പറയുന്നത് അടിയന് ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ ഒരു വാക്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗൃഹം പണിയുമെന്ന്. നമുക്ക് എന്തൊക്കെ ഈ ലോകത്തിൽ ലോക്ക്ഡൗൺ വന്നാലും അല്ലെങ്കിൽ ക്ഷാമം വന്നാലും നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥകൾ വരാം ജീവിതത്തിൽ. എന്നാൽ ദൈവം ആ സമയത്ത്, ആ ഒരു ടൈമിൽ നമുക്ക് ദൈവം ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. നമ്മൾ ദൈവത്തെ മഹത്വം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ കണ്ടാലും യേശുവിനെ നോക്കി ഓടിയാൽ, നമ്മളിപ്പോൾ പറഞ്ഞു അങ്ങേ മാത്രം നോക്കി ഓടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും യേശുവിനെ മാത്രം നോക്കി ഓടുമ്പോൾ യേശു നമുക്കായിട്ട് ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് വാക്യം പറയുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്? അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു. അപ്പോൾ ദൈവം നമുക്ക് വാഗ്ദത്തം, നമ്മുടെ ഗൃഹം എന്തൊക്കെ തകർന്ന അവസ്ഥയിലായിരിക്കും, ദൈവം ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ ഹല്ലേലൂയ, അത് ധൈര്യത്തോടുകൂടി നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. നമുക്ക് എന്തെല്ലാം ഈ ലോകത്തിൽ ജീവിതത്തിൽ നേരിട്ടാലും ആ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുത്തു പോകാതെ ധൈര്യം പ്രാപിച്ചുകൊണ്ട്, പുതുക്കം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. പിന്നീട് പറയുന്ന, ആകയാൽ യഹോവേ നീ തന്നെ ദൈവം, അടിയൻ ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ എത്തൊക്കെ വന്ന് തകർന്ന് അടിഞ്ഞ് എല്ലാം അവസാനിച്ചു എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, നീ തന്നെ ദൈവം, അടിയൻ ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്, ചെയ്തുമിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നന്മയെ നമ്മുടെ ഗൃഹം പുതുക്കി പണിയുന്നു ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന ധൈര്യം നമ്മൾക്ക് പകരുന്നു. അതുമാത്രമല്ല, ആ വാഗ്ദാനം ചെയ്തിരിക്കുക, നന്മയെ തരും എന്നുള്ള ആ ഒരു വാഗ്ദാനം ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. പിന്നീട് പറയുന്നു, അതുകൊണ്ട് അടിയൻ്റെ ഗൃഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പാതവിടെ നമ്മൾ എന്നേക്കും വസിക്കേണ്ടതിന്, എന്നേക്കും ആ ധൈര്യത്തോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതിന്, ദൈവം അനുഗ്രഹിപ്പാൻ പ്രാപ്തനായി എന്നേക്കും ഇരിക്കുന്നു എന്നാണ് ഈ ദൈവവചനത്തിൽ പറയുന്നത്. പിന്നീട് അവസാനത്തെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുന്നത്. യഹോവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ തകർന്ന വേളയിൽ, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടാണ് എല്ലാവർക്കും ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത്, സാമ്പത്തികമായി ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പൊതുവെ മൊത്തത്തിൽ ഓരോ രാജ്യങ്ങളുടെ കാര്യമായാലും രാഷ്ട്രീയ കാര്യമായാലും എല്ലാത്തിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന ഈ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? യഹോവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നു, ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഗൃഹം പണിയുമെന്നും വാഗ്ദാനം നൽകിയിരിക്കുന്നു, നമുക്ക് പ്രാർത്ഥിപ്പാൻ ധൈര്യം നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യമുണ്ട്, എന്താണ്? ദൈവം നമ്മെ, നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹല്ലേലൂയ. എത്ര തകർന്ന വേളയായാലും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ എന്താണ്? അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെടും, എന്നേക്കുമുള്ളതാണ്. ഒരിക്കലും അനുഗ്രഹിച്ച് നിർത്തുന്ന കാര്യമല്ല ഈ ദൈവവചനത്തിൽ പറയുന്നത്. അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ. അപ്പോൾ അനുഗ്രഹിപ്പിൻ നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങൾ എങ്ങനെ, തുടർന്നുള്ള ജീവിതം എങ്ങനെയെന്ന ഒരു ചോദ്യത്തിനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ. എന്നേക്കും അനുഗ്രഹിച്ചാണ് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കണം, എൻ്റെ കുടുംബം തകരുന്ന അവസ്ഥയിലായിരിക്കുന്നു, എൻ്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുക. എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ദൈവം നിങ്ങളുടെ ഗൃഹം പുതുക്കി പണിയുക, ദൈവം നിങ്ങളുടെ ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പലപ്പോഴും പിന്നോട്ട്, നമ്മുടെ ആത്മീയ ജീവിതമായാലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകും, ഒരുപാട് വിഷമിക്കും. എന്നാൽ ദൈവം ധൈര്യം നൽകുന്ന, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നലെ രാവിലെ കാലം ദൈവം തന്ന ഒരു വാക്യമാണ്. ഇതെനിക്ക് ഒരുപാട് ധൈര്യം നൽകി ഈ വചനം വായിച്ചതോടെ. ഈ ഒരു വചനത്തിൻ്റെ ഭാഗം എൻ്റെ ഹൃദയത്തിൽ വായിച്ചതോടുകൂടെ എനിക്ക് ഹൃദയത്തിൽ ഒരുപാട് ധൈര്യം നൽകിക്കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടുവാനും അതുപോലെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ സാധിക്കുന്നത്. ഇതിൽ 1 ദിനവൃത്താന്തം 17-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യമാണ് ഞാൻ വായിച്ചത്. എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം ലഭിച്ചു. ഹല്ലേലൂയ. ധൈര്യം പ്രാപിച്ചു. നമുക്ക് ധൈര്യം പ്രാപിക്കാൻ ഒറ്റ കാര്യമുണ്ട്, ദൈവം നമ്മൾക്ക് വാഗ്ദത്തം നൽകിയതെങ്കിൽ, ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു
അനുഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യം ഉണ്ടാകണം. ദൈവം എന്നേക്കും ഹല്ലേലൂയ അടിയൻ്റെ ഗ്രഹം തിരുമുമ്പാകെ എന്നേക്കും അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ പ്രസാദം തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്നേക്കും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് ചേർന്ന് പറയാൻ സാധിക്കണം. ആ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളായിരിക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്ന ഒരു വചനമായി, ആശ്വസിപ്പിക്കുന്ന ഒരു വചനമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് കുറിച്ചുകൊള്ളുക. നിങ്ങളിത് എഴുതി വെക്കുക, ഇതിൽ തൊട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഒരു ചേഞ്ച് ദൈവം നൽകുന്നതായിരിക്കും. പ്രത്യേക നിങ്ങളുടെ ഓരോ വിഷയങ്ങൾ, അനവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ പ്രിയ സഹോദരൻ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു. അത് ഇപ്പോൾ നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഭരണകർത്താക്കൾ അനവധി പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ഷനായിട്ട് പ്രാർത്ഥിക്കണം, പ്രത്യേക ആ സഹോദരൻ അഭിലാഷ് ജേക്കബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദൈവവചനം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലും ആയിത്തീരട്ടെ എന്ന പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബിൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. സന്നിധിയായി സമയം കടന്നവരുടെ കൃപയ്ക്ക് സ്തോത്രം. ഞങ്ങൾ പാടിയ പാട്ടുകൾ, പറഞ്ഞ വചനങ്ങൾ, അതെല്ലാം ഞങ്ങളെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി ദൈവം സഹായിക്കുമാണ്. അതിന് ആ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യവും കൃപ ഇത്രത്തോളം ഞങ്ങളോട് കൂടുന്ന കൃപയ്ക്ക് സ്തുതിക്കുന്നു. പ്രാർത്ഥനയായി കുട്ടിക്ക് സ്തുതിക്കുന്നു. മാനമഹത്വം കാര്യം ജയിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സിസ്റ്റർ അനു മോഹൻ, സിസ്റ്റർ അക്ഷിത, ബ്രദർ ജോൺ തോമസ്, സിസ്റ്റർ രേഖ, ബ്രദർ അഭിലാഷ് ജേക്കബ്, സിസ്റ്റർ റെംസി അലക്സ്, ബ്രദർ ആൽബിൻ, അങ്ങനെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുണ്ട്, ഗ്ലോറി ടു ജീസസ് പത്തനാപുരമാണ്. ആ ഒരു ദൈവനിയോഗമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ടാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിലായാലും പോയി ലൈവ് ചെയ്യുവാൻ, വേറൊന്നുമല്ല, ഞങ്ങൾ ലൈവിലൂടെ പല സ്ഥലങ്ങളിലും പോയി ചെയ്യുവാനിടയായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഏരിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ആയിരുന്നു ലോക്ക്ഡൗൺ ഫുള്ള് ഈ ഒരു റൂമിനകത്തിരുന്നായിരുന്നു കൂടുതലും ലൈവ് തുടങ്ങിയത്. മാർച്ച് മാസം മുതൽ സ്റ്റാർട്ട് ചെയ്ത ലൈവ് ദൈവം ഇന്നുവരെ ദൈവം ഞങ്ങളെ നിലനിർത്തി. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ പാട്ടിലൂടെ അതുപോലെ ദൈവവചനത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കെല്ലാം ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ലൈവ് ഞങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.